യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഒരാൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കില്ല യാത്ര കഴിയുമ്പോൾ ഉണ്ടാവുക. അയാളുടെ ബ്രെയിന്, അയാളുടെ തോട്ട് പ്രോസസ്സ്, അയാളുടെ മാനസികാവസ്ഥ, മൈൻഡ് സെറ്റ് എല്ലാം 100% മാറും. നമ്മൾ ഒരാളൊരു ക്ലാസ് റൂമിൽ ഇരുത്തി ക്ലാസ് കൊടുക്കുമ്പോൾ അയാളെ നമ്മൾ കണ്ടന്റ് വെച്ചിട്ടും ആക്ടിവിറ്റി ചെയ്തിട്ടും മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. മറ്റേത് അത് മാനുവലി ഒരു പ്രോസസ്സാണ്, നമ്മൾ മാനുവലി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മറ്റേത് ആ ഒരു യാത്ര ഒരു എക്സ്പീരിയൻഷ്യൽ ആണ്, അതുകൊണ്ട് അയാൾ കടന്നു പോകുന്നതോടുകൂടെ അയാളിൽ ഓട്ടോമേഷൻ ആയിട്ട് നടക്കുന്നത്. ഒന്ന് മാനുവൽ ആണ്, ഒന്ന് ഓട്ടോമേഷൻ ആണ്. അപ്പൊ ഈ യാത്രകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് നടത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് യാത്രകൾക്ക്. പക്ഷെ ആൾക്കാർക്ക് ഒരു എമൗണ്ട് കൊടുക്കുമ്പോൾ ആളുകളുടെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് കൊടുത്ത് യാത്ര പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഒരാൾ 1,00,000 രൂപ ചെയ്ത് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ 1,00,000 രൂപക്ക് 10 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള എബിലിറ്റി അയാൾ. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് സത്യത്തിൽ നമുക്ക് എന്തറിയും, എന്ത് കഴിവുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഔട്ട്കമാണ്. വാട്ട് ഈസ് യുവർ കറൻസി വാല്യൂ, ഇറ്റ് ഈസ് യുവർ കറണ്ട് വാല്യൂ. കറണ്ട് വാല്യൂ പറഞ്ഞാൽ നമ്മുടെ അറിവും കഴിവാണല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ കഴിവും അറിവും കൂടിക്കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്ന അളവ് കൂട്ടാൻ പറ്റും. ഇതിനൊരു സംഖ്യ ഒരാള് ഒരു 10% ഒരു 15% എല്ലാ മാസവും അയാളെ ഇംഗത്തുനിന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ അയാൾ ഗ്രോ ചെയ്തുകൊണ്ട് സത്യത്തിലെ യാത്ര 1000 പുസ്തകത്തിന് സമം ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി.